ടെയും അനുവാദം ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സേവ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പരമസംപൂജ്യനായ ഗുരുദേവന്റെ അനുഗ്രഹങ്ങളും തേടുന്നു. അതോടൊപ്പം തന്നെ എന്നെ കൃഷ്ണാവബോധത്തിൽ സഹായിച്ചതും മുന്നേറാൻ ഉള്ള പ്രചോദനം നൽകിയുള്ള എല്ലാ ശിക്ഷാഗുരുക്കന്മാർക്കും എൻ്റെ പ്രണാമം. എനിക്ക് ജന്മം തന്നെ എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ ഫാമിലിക്കും എൻ്റെ പ്രണാമങ്ങൾ. എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും അനുവാദത്തോടെയും ഈ ശ്രീമദ് ഭാഗവതം ക്ലാസ് നമുക്ക് തുടങ്ങാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ജയ ഗോപി ജനവല്ലഭ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുനതീരാവനചാരി जय राधा माधव कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय प्रभुपदा जय प्रभुपदा जय प्रभुपदा जय प्रभुपदा. नित्य गौर हरि बोल हरि बोल हरि बोल. नित्य गौर हरि बोल. नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये. नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भक्तिनष्टकी. मुखं करोति वाचालं पङ्कुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्. हरि ओम तत्सत्. ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 8-ാമത്തെ അധ്യായം 5-ാമത്തെ ശ്ലോകം. ഞാൻ ശ്ലോകം വായിക്കാം. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ മലയാളം ഭാഗവതം ഇന്ന് കോപ്പി ഇല്ല, ഇംഗ്ലീഷിൽ വായിക്കുകയാണ്. സാധയിത്വ അജാതശത്രോ സ്വം രാജ്യം കിതവിർഹിതം ഗതായിത അസതോ രാജ്ഞാ കചസ്പർശ ക്ഷതായുസാ. സാധയിത്വ അജാതശത്രോ സ്വം രാജ്യം കിതവൈർഹൃതം ഗതായിത അസതോ രാജ്ഞാ കചസ്പർശ ക്ഷതായുസാ. Translation by Srila Prabhupada. The clever Duryodhana and his party cunningly usurped the kingdom of Yudhishthira, who had no enemy, and by the grace of the Lord, the recovery was executed. And the unscrupulous kings who joined with Duryodhana were killed by him. Others also died, their duration of life having decreased for their rough handling of the hair of Queen Draupadi. Hare Krishna. ഈ ശബ്ദാർത്ഥങ്ങൾ വായിക്കുവാണ്. Sadhayitva, having executed, Ajadashatru, of one who has no enemy, Swam Rajyam, own kingdom, Kitavai, by the clever Duryodhana and party, Hridam, assert, Gatayitva, having killed, Asata, the unscrupulous, Rajna, the queen, Kacha, bunch of hair,
Sparsha, roughly handle. Shata, decreased. Ayusa, by duration of life. ഹരേ കൃഷ്ണ. ഞാൻ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. എല്ലാവരും മൈക്ക് ക്ലോസ് ചെയ്ത് അവനവർ തന്നെ വായിച്ചോളൂ. സാത്വയിത്വാ അജാതശത്രോ സ്വം രാജ്യം കിതവൈർഹൃതം ഗതായിത അസതോ രാജ്ഞാ കച സ്പർശാക്ഷതായുസ. ഹരേ കൃഷ്ണ. നമുക്കിതിൻ്റെ ഭാവാർത്ഥം വായിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാവാർത്ഥമാണിത്. എൻ്റെ കയ്യിൽ മലയാളം ഇല്ല. മലയാളം ഭാഗവതമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വായിക്കാം. ആരെങ്കിലും ഉണ്ടോ മലയാളം ഭാഗവതം കയ്യിലുള്ളത്? ഒരാള്. എല്ലാവരും കൂടി വായിക്കില്ല, ഒരാൾ വായിക്കേ. വായിച്ചോളൂ. ആരാ വായിക്കാൻ പോണേ? ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ബൈ ശില പ്രഭുപാദ് കി ജയ്. പ്രതാപാർഹമായ ദിനങ്ങളിൽ അഥവാ കലിയുഗ ആരംഭത്തിന് മുമ്പ് ബ്രാഹ്മണരും ഗോക്കളും സ്ത്രീജനങ്ങളും ശിശുക്കളും വൃദ്ധരും യഥോചിതമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 1. ആത്മീയ ജീവിത പ്രാപ്തിക്കുതകുന്ന ശ്രേഷ്ഠമായ ശാസ്ത്രീയ സംസ്കാരമായ വർണ്ണ ആശ്രമ വ്യവസ്ഥകളെ ബ്രാഹ്മണ സംരക്ഷണം പരിരക്ഷിക്കുന്നു. 2. ഭോജ്യത്തിന്റെ ദിവ്യരൂപമായ പയസ്സിനെ ഗോ സംരക്ഷണം വഴി നിലനിർത്തുന്നു. അതായത് ജീവിതത്തിന്റെ ഉത്കൃഷ്ട ലക്ഷ്യങ്ങളെ ഗ്രഹിക്കാൻ മസ്തിഷ്കത്തിലെ സൂക്ഷ്മകോശങ്ങളെ പരിരക്ഷിക്കാനായി ക്ഷീരത്തെ ഉപയോഗപ്പെടുത്തുന്നു. 3. സമൂഹത്തിന്റെ സ്ത്രീത്വം, സ്ത്രീ സംരക്ഷണം കാത്തുസൂക്ഷിക്കുന്നു. സമൂഹ പാതിവൃത്യത്താൽ സമാധാനം, പ്രശാന്തത, ജീവിത പുരോഗതി എന്നിവ ഹേതുവായ സന്തതികൾ പ്രാപ്തമാകുന്നു. 4. ശിശു സംരക്ഷണം മുഖേന ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള ഉപായം തയ്യാറാക്കുന്നതിനുള്ള ഒരു ശ്രേഷ്ഠ അവസരം മനുഷ്യ ജീവിത രൂപത്തിൽ നൽകുന്നു. 5. മൃത്യുവിന് ശേഷം ശ്രേഷ്ഠമായ ജന്മത്തിന് സ്വയം സജ്ജമാകുന്നതിനുള്ള ഒരവസരം വൃദ്ധ സംരക്ഷണത്തിലൂടെ അവർക്ക് നൽകപ്പെടുന്നു. നായയുടെയും പൂച്ചയുടെയും പരിഷ്കൃത സംസ്കാരത്തിന് വിപരീതമായി വിജയപ്രദമായ മാനവരാശിയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളെ ആധാരമാക്കിയുള്ളതാകുന്നു ഈ സമ്പൂർണ്ണ ജീവിതാദർശം. മുകളിൽ പ്രസ്താവിച്ച നിരപരാധികളായ ജീവസൃഷ്ടികളെ വധിക്കുന്നത് സർവദാ നിരുദ്ധമാണ്. എന്തെന്നാൽ അവയെ അനാദരിക്കുന്നതിനാൽ മാത്രം ഒരാൾ തന്റെ ആയുസ് നഷ്ടപ്പെടുത്തുന്നു. കലിയുഗത്തിൽ അവയൊക്കെ യഥോചിതമായി സംരക്ഷിക്കപ്പെടായികയാൽ വർത്തമാന തലമുറയുടെ ആയുസ് ഗണ്യമായി ന്യൂനീകരിക്കപ്പെട്ടിരിക്കുന്നു. യഥോചിതമായ സംരക്ഷണത്തിന്റെ അപര്യാപ്തത ഹേതുവായി സ്ത്രീകൾ പരിശുദ്ധിയില്ലാത്തവരായി തീരുകയാണെങ്കിൽ വർണ്ണസങ്കരം എന്ന് വിശേഷിപ്പിക്കാവുന്ന അനാവശ്യ സന്തതികൾ ഉണ്ടാകുന്നുവെന്ന് ഭഗവത്ഗീതയിൽ പ്രസ്താവിച്ചിരിക്കുന്നു. പരിശുദ്ധയായ സ്ത്രീയെ നിന്ദിക്കുക എന്നാൽ ജീവിതത്തിലുടനീളം അനർത്ഥങ്ങളെ ക്ഷണിച്ചു വരുത്തുക എന്നർത്ഥം. ഉത്തമ പതിവ്രതയായ ദ്രൗപദിയെ ദുര്യോധന ഭ്രാതാവായ ദുശാസനൻ അപമാനിക്കുകയാൽ ആയുസ് എത്താതെ ആ ദുരാത്മാവ് വധിക്കപ്പെട്ടു. മുകളിൽ പ്രസ്താവിച്ചതൊക്കെ ഭഗവാന്റെ കാർക്കശ്യ നിയമങ്ങളിൽ ചിലത് മാത്രമാണ്. ഹരേ കൃഷ്ണ. ശില പ്രഭുപാദ് കി ജയ്. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമ ആചാര്യപാദ നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീ പ്രഭുപാദ് കി ജയ്. ശ്രീ ഗുരുദേവ് കി ജയ്. സോ ഇതിൻ്റെ ചെറുതായിട്ട് എനിക്ക് മനസ്സിലാക്കിയ കാര്യം ഇതിൻ്റെ ഭാവാർത്ഥത്തിലൂടെ നമുക്കൊന്ന് പോകാം. വളരെ 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 പ്രാധാന്യമുള്ളൊരു ഭാവാർത്ഥമാണിത്. പ്രത്യേകിച്ച് ഇന്നത്തെ സമയത്ത് ഈ ഒരു കാലഘട്ടത്തിന് വളരെ ഇൻസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ഭാവാർത്ഥമാണിത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളം സംസ്ഥാനത്തിന് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു പർപ്പേർട്ടാണ്. എനിക്ക് എങ്ങനെയാണ് ഈ സർവീസ് കിട്ടിയെന്ന്, ഈ ഒരു ശ്ലോകം തന്നെ കിട്ടിയെന്ന് അറിയില്ല. ബട്ട് ഐ കൺസിഡർ ഇറ്റ് ആസ് എ വെരി വെരി ലക്കി ഓപ്പർച്യൂണിറ്റി ഫോർ മീ. സോ ഇവിടെ സാഹചര്യം എന്തെന്നാൽ അശ്വത്ഥാമാവിനെ ശിക്ഷിച്ചതിന് ശേഷം അവശേഷിക്കുന്ന പാണ്ഡവരും കൗരവരും
കൗരവർ സൈഡിൽ നിന്നുള്ളതും പാണ്ഡവർ സൈഡിൽ നിന്നുള്ളവരും അവർ പോയി ഗംഗയിൽ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നു. യുദ്ധത്തിൽ മരിച്ചവർക്കായിട്ട് അവർ ഗംഗയിലേക്ക് വെള്ളം അർപ്പിക്കുന്നു ആൻഡ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഗംഗാ തീരത്തിരുന്ന് അവർക്ക് സങ്കടം എല്ലാ ബന്ധുമിത്രാദികൾ മരിച്ചു അല്ലെങ്കിൽ അവർ കാലഹരണപ്പെട്ടതിലുള്ള സങ്കടം അവർ എക്സ്പ്രസ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അവിടെയുണ്ട്, കൂടെ മറ്റ് മുനിഗണങ്ങളും ഉണ്ട്. അവര് പറയുവാണ്, ഇതിനു മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഭൂതേഷു കാലസ്യ ഗതിം ദർശയാൻ ന പ്രതിക്രിയാം. സോ കാലത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് എല്ലാവരും അപഹരിക്കപ്പെടുന്നു. അതിന് പ്രത്യേകിച്ച് അതിനൊരു കൗണ്ടർ ആക്ഷൻ ഇല്ല. ഇറ്റ് വെരി നാച്ചുറൽ പ്രോസസ് എന്നുള്ളത് അവശേഷിക്കുന്ന പാണ്ഡവർ, അതായത് 5 പാണ്ഡവരും പിന്നെ കൗരവ സൈഡിൽ നിന്ന് ധൃതരാഷ്ട്ര, ഗാന്ധാരി, റൈറ്റ്, പിന്നെ ദ്രൗപദി, സുഭദ്ര. സോ ഇവരാണ് അവശേഷിക്കുന്നത്, പാണ്ഡവരായാലും കൗരവരായാലും കമ്പൈൻഡ് ആയിട്ട്. സോ ഇവർക്ക് ഭഗവാൻ കൃഷ്ണനും മറ്റു മുനിമാരും ആശ്വസിപ്പിക്കുകയാണ്. സോ അതിനുശേഷം സൂത ഗോസ്വാമി ഈ ഒരു ശ്ലോകം പറയുവാണ്. സോ എങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി? സോ 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ അനേകം ദുഷ്കർമ്മങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഏതൊക്കെയാണ്? സോ സാധയിത്വ അജാതശത്രു, റൈറ്റ്. അജാതശത്രു എന്ന് ഇവിടെ പറയുന്നത് യുധിഷ്ഠിർ മഹാരാജാവിനെയാണ്. യുധിഷ്ഠിർ മഹാരാജാവിനെ, റൈറ്റ്, വളരെ കണ്ണിങ്ലി യുധിഷ്ഠിർ മഹാരാജാവിന്റെ രാജ്യം അപഹരിച്ചു. യുധിഷ്ഠിർ മഹാരാജ എങ്ങനെയാ അജാതശത്രു, ആരെയും ശത്രുവായി കണക്കാക്കാത്ത ഒരു വ്യക്തിയാണ് അതിന്റെ അർത്ഥം എന്തെന്നാൽ ഏറ്റവും അധികം ധർമ്മിഷ്ഠനായ ഒരു രാജാവാണ് യുധിഷ്ഠിർ മഹാരാജാവ്. ബന്ധങ്ങളോ കാണാതെ അദ്ദേഹം ധർമ്മത്തിന് വേണ്ടിയാണ് എപ്പോഴും നിലകൊണ്ടിരുന്നത്. സോ അങ്ങനെയുള്ള യുധിഷ്ഠിർ മഹാരാജാവിനെ പറ്റിച്ചതു, അദ്ദേഹത്തിനെ ചതിച്ചു, റൈറ്റ്. രണ്ടാമതെന്താണ്? ഗതായിതോ അസതോ രാജ്ഞ, റൈറ്റ്, അതായത് രാജ്ഞ, ക്വീൻ, റൈറ്റ്. സോ ദ്രൗപദി ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദ്രൗപദിയെ അവഹേളിക്കുന്നു, വസ്ത്രാക്ഷേപം ചെയ്യുന്നു. ദ്രൗപദി തൻ്റെ ഈവൻ ഒരു ഒറ്റ വസ്ത്രത്തിൽ ധരിച്ച് സ്ത്രീകളുടെ ഗ്രഹത്തിൽ നിൽക്കുന്ന സമയത്ത് ദുശാസനൻ പോയി മുടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് കൗരവ സഭയിലേക്ക് കൊണ്ടുവരുന്നു. സോ വളരെയധികം അപമാനിക്കപ്പെടുന്നു. ആൻഡ് അവിടെ കൊണ്ടുവന്നപ്പോൾ എന്ത് പറയുന്നു? ദുര്യോധനൻ പറയുന്നു, വരൂ എൻ്റെ തുടയിലിരിക്കൂ. ഓൾറെഡി നിങ്ങൾ 5 പാണ്ഡവരെ കൂടെയാണ് ഇരിക്കുന്നത്. സോ യു ആർ ഓൾറെഡി ഒരു ധർമ്മഭ്രഷ്ടയായ സ്ത്രീയാണ്, വരൂ എൻ്റെ തുടയിലിരിക്കൂ. വികർണൻ, കർണൻ, എല്ലാവരും അപമാനിക്കുന്നു. അതിനൊപ്പം അവിടെയുള്ള മറ്റ് കുരുക്കൾ അവരെല്ലാവരും നിശബ്ദരായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. സോ ഈ 2 ഇൻസിഡൻസും ആണ് മോസ്റ്റ് പ്രോമിനന്റ് 2 കാര്യങ്ങളായിട്ട് ഇവിടെ സൂത ഗോസ്വാമി പറയുന്നത്. ഈ 2 കാര്യങ്ങൾ ട്രിഗർ ടു ദ എൻറ്റയർ കൊളാപ്സ് ഓഫ് കുരു ഡൈനാസ്റ്റി. ഈ 2 കൃത്യങ്ങൾ മൊത്തം കുരു ഡൈനാസ്റ്റിയുടെ നാമാവശേഷമാവാനുള്ള ട്രിഗറായി. സോ ഭഗവാൻ അവതരിക്കുന്നതിന്റെ കാരണം നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സോ പരിത്രാണായ സാധൂനാം, സാധുക്കളെ സംരക്ഷിക്കാൻ, റൈറ്റ്, പിന്നെ ദുഷ്കൃതികളെ നശിപ്പിക്കാൻ, പിന്നെ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സോ ഇത് യുഗങ്ങളാൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഇവിടെ ഭഗവാൻ അവതരിച്ചതിന്റെ പരമലക്ഷ്യം ഈ ശ്ലോകത്തിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയുവാണ്, റൈറ്റ്. എന്താ പറയുന്നത്? സോ സാദ്വൈത എക്സിക്യൂട്ടഡ്, കംപ്ലീറ്റ് ആയി, റൈറ്റ്. സോ കുരുക്കളെ പിന്നെ സാധുക്കളായ പാണ്ഡവരെ രക്ഷിക്കുന്നു, കുരുക്കളെ അല്ലെങ്കിൽ കൗരവരെ നശിപ്പിക്കുന്നു, ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നു, രാജ്യം തിരിച്ച് യുധിഷ്ഠിർ മഹാരാജാവിനെ ഏൽപ്പിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയും,
അതിനുശേഷം രാജസൂയ യജ്ഞവും ഭഗവാൻ നടത്തിക്കുന്നു. സോ ധർമ്മ സംസ്ഥാപനാർത്ഥായ, സോ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നു. സോ ഭഗവാന്റെ ആ ഒരു ഡ്യൂട്ടി, ആ ഒരു വരുന്ന ആ ഒരു എക്സ്റ്റേണൽ ഡ്യൂട്ടി അവിടെ കംപ്ലീറ്റ് ആകുന്നു എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. സോ ഇതിൽ പ്രത്യേകിച്ച് കാരണം ദുര്യോധനൻ ആ, ചതിയിലൂടെ യുധിഷ്ഠിർ മഹാരാജാവിന്റെ രാജ്യം അപഹരിപ്പിക്കുന്നു. റൈറ്റ്. സോ ചൂത് കളിച്ച് അപഹരിക്കുന്നു. ഈ യുധിഷ്ഠിർ മഹാരാജാവ് എങ്ങനെയാണ് അജാത ശത്രു, അദ്ദേഹത്തിന് ശത്രുക്കളില്ല. ഈവൻ ദുര്യോധനനെ വരെ ആക്ച്വലി ഈ യുധിഷ്ഠിർ മഹാരാജാവ് ശത്രുത്വത്തോടെ കാണുന്നില്ല. അപ്പൊ അതിന് ഇൻസിഡൻസ് നമുക്ക് ശ്രീമദ് മഹാഭാരതത്തിൽ കാണാൻ പറ്റും. സോ ഈ ജൂത് കളിച്ച് രാജ്യം അപഹരിച്ച് ആ, വനത്തിലേക്ക് അയച്ചു, ദ്രൗപദിയെ അപമാനിച്ചു. എന്നിട്ട് അവര് വനത്തിലിരിക്കുക. ഈ വനത്തിലിരിക്കുന്ന സമയത്ത് ആ, കർണനാൽ പ്രചോദിതനായി ദുര്യോധനൻ ചിന്തിക്കും, ഓ ഇവര് കാട്ടിലിരിക്കുമല്ലേ, ഇവരുടെ അവസ്ഥ ഒന്ന് പോയി നമുക്ക് കാണാം, അവരെ ഒന്ന് കളിയാക്കണം എന്നെല്ലാം ചിന്തിച്ച് ദുര്യോധനനും മറ്റ് സഖാക്കളും കൂടി വനത്തിലേക്ക് പോകും. കാമ്യക വനത്തിൽ പോയിട്ട് ഇവരെ കളിയാക്കാനുള്ള ഉദ്ദേശത്തിനാണ്. അവരവരുടെ ടെൻ്റൊക്കെ കെട്ടി അവരുടെ ലീലകളൊക്കെ ആറാടി നടന്ന് പോയി ഇവരെ കളിയാക്കാൻ പോകുവാണ്. സോ അതേ അവസരത്തിൽ അവിടെ കുറച്ച് ഗന്ധർവന്മാരുണ്ടായിരുന്നു. ഗന്ധർവന്മാരുടെ രാജാവായ ചിത്രസേനന്റെ ഒപ്പമായിരുന്നു. സോ ഇവര് തമ്മിലൊരു യുദ്ധം നടക്കും. റൈറ്റ്. അവര് ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് തർക്കമായി വാഗ്വാദമായി യുദ്ധത്തിലേക്ക് അത് എത്തും. സോ ഈ യുദ്ധത്തില് ഗന്ധർവ രാജാവ് ആക്ച്വലി കൗരവരെ തോൽപ്പിക്കും. ദുര്യോധനനെ ബന്ധനസ്ഥനാക്കി അവസ്ഥയിൽ മറ്റുള്ള കൗരവര് ഓടിപ്പോയി പാണ്ഡവരോട് സഹായം അഭ്യർത്ഥിക്കുമ്പോഴത്തേക്കും എല്ലാവരും, ഭീമൻ, അർജുനൻ എല്ലാം വളരെ ദേഷ്യത്തോടെ പറയും, അങ്ങനെയല്ലേ, ഇവര് കളിയാക്കാൻ വന്നതല്ലേ, നമ്മളെ അപമാനിച്ചതാണ്, നമ്മുടെ രാജ്യം തട്ടിയെടുത്തതാണ്, അനുഭവിക്കട്ടെ എന്ന് പറയും. പക്ഷെ യുധിഷ്ഠിർ മഹാരാജാവ് ആക്ച്വലി അതിനെ അനുകൂലിക്കില്ല. യുധിഷ്ഠിർ മഹാരാജ് പറയും, നോ, അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ധർമ്മമാണ്. സോ യു ഹാവ് ടു ഗോ ആൻഡ് പ്രൊട്ടക്ട് ദം. ആൻഡ് ഭീമനെ അർജുനനെ അയക്കും. ആൻഡ് ഭീമനെയും അർജുനനെയും അയച്ച് അവരുടെ ഈ ഗന്ധർവന്മാരുടെ കയ്യിൽ നിന്ന് ദുര്യോധനനെ രക്ഷിക്കും. റൈറ്റ്. സോ അവിടെ ആക്ച്വലി ഒരു ശത്രുത്വ മനോഭാവം യുധിഷ്ഠിർ മഹാരാജാവ് കാണിക്കില്ല. യുധിഷ്ഠിർ മഹാരാജാവ് എന്താ നോക്കുന്നത്, എന്താണ് ശരി, എന്താണ് ധർമ്മം. സോ അങ്ങനെയുള്ള വ്യക്തിയാണ് യുധിഷ്ഠിർ മഹാരാജ്, അജാതശത്രു. അതിനുശേഷം ദ്രൗപദി ഭഗവാൻ തമ്മിൽ ഒരു പ്രത്യേക ബന്ധമാണ്. റൈറ്റ്. ലൈക്ക് എ സിസ്റ്റർ, ലൈക്ക് എ വെരി ക്ലോസ് അസോസിയേറ്റ്. റൈറ്റ്. ദ്രൗപദി അപമാനിക്കപ്പെട്ടപ്പോൾ ഭഗവാൻ വസ്ത്രത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷനായി ദ്രൗപദിയെ രക്ഷിക്കും കുരുസഭയിൽ നിന്ന്. റൈറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം വസ്ത്രാക്ഷേപലീല. സോ പല ഇൻസിഡൻസ് ഉണ്ട് ആക്ച്വലി ദ്രൗപദിയും ഭഗവാനും തമ്മിലുള്ള ഒരു സ്പെഷ്യൽ കണക്ഷൻ. അതിലെല്ലാത്തിനുപരി ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീയെ സംരക്ഷിക്കേണ്ടത് വളരെ അധികം റിക്വയർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ശ്രീല പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിലേക്ക് നമുക്ക് കടന്നാൽ കാണാൻ പറ്റും 5 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു. സോ എന്തൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ? 1, ബ്രാഹ്മണരെ സംരക്ഷിക്കുന്നത്. 2, പശുക്കളെ സംരക്ഷിക്കുന്നത്. 3, സ്ത്രീകളെ സംരക്ഷിക്കുന്നത്. 4, കുട്ടികളെ സംരക്ഷിക്കുന്നത്. 5, വയോവൃദ്ധരെ സംരക്ഷിക്കുന്നത്. ഇതിനോരോന്നിനും ഓരോ കാരണങ്ങളും ഇവിടെ പ്രഭുപാദ് കൂട്ടിയുണ്ട്. എന്തുകൊണ്ട് ബ്രാഹ്മണരെ സംരക്ഷിക്കണം, എന്തുകൊണ്ട് പശുക്കളെ സംരക്ഷിക്കണം, എന്തുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും സംരക്ഷിക്കണം. സോ ഈ 5 കാര്യങ്ങൾ ഒരു നല്ല സിവിലൈസേഷന്റെ അടിസ്ഥാനമാണ്. ഈ 5 തരം വ്യക്തികൾ, 5 തരം സമൂഹത്തിലെ 5 തരം വ്യക്തികളെ സംരക്ഷിക്കേണ്ടത്. സോ അതിന്റെ കാരണം എന്തെന്ന് പ്രഭുപാദനോടെ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഒന്നും കൂടി കടന്നു നോക്കാം. സോ ഇതിനെല്ലാത്തിനും ഉദാഹരണങ്ങൾ ആക്ച്വലി നമ്മുടെ പുരാണങ്ങളിൽ ദർശിക്കാനും സാധിക്കും. സ്ത്രീകളെ സംരക്ഷിക്കാനായാലും ബ്രാഹ്മണരെ സംരക്ഷിക്കാനായാലും ഒത്തിരി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അവരെ സംരക്ഷിക്കാത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതും നമ്മുടെ പുരാണങ്ങളിൽ കാണാൻ പറ്റും. നമുക്ക്
ബ്രാഹ്മണരെ സംരക്ഷിക്കണം. ബ്രാഹ്മണരും പശുക്കളും എപ്പോഴും ഓൾമോസ്റ്റ് ടുഗെദർ ആയിട്ടാണ് പോകാറ്. അതിനുള്ള കാരണം നമുക്ക് ചർച്ച ചെയ്യാം. സോ ഹിരണ്യകശിപു ഹിരണ്യകശിപു തൻ്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ വധിക്കപ്പെട്ടപ്പോൾ ഹിരണ്യകശിപു രാജാവായി. അതിനുശേഷം അദ്ദേഹം ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? എവിടെയെല്ലാം യജ്ഞങ്ങൾ നടക്കുന്നുണ്ടോ ഈ യജ്ഞങ്ങളെല്ലാം മുടക്കുക. ഈ യജ്ഞങ്ങളാണ് ധർമ്മത്തിനെ നിലനിർത്തുന്നത്. റൈറ്റ്? എവിടേക്കെയോ ബ്രാഹ്മണർ ഉപാസിക്കുന്നു, അവരെയെല്ലാം വധിക്കുക. റൈറ്റ്? ബ്രാഹ്മണരെ വധിക്കുന്നതിനൊപ്പം പശുക്കളെയും വധിക്കുക. സോ സോ ഇത് തന്നെ കാണാം. രാവണനും ശക്തി കിട്ടിയതിന് ശേഷം ബ്രാഹ്മണരെയും പശുക്കളെയും വധിക്കുന്നു. ബിക്കോസ് ധർമ്മം നിലനിൽക്കാനുള്ള അടിസ്ഥാനമായ ഘടകമാണ് ഇവർ രണ്ടുപേരും. നമുക്കിത് കൂടുതൽ ചർച്ച ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഈ പർപ്പോട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആദ്യം ചെയ്യുന്നത് വേണം. അതിനുശേഷം എന്ത് സംഭവിക്കും? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനും രാവണനും കംസനും എല്ലാം സംഭവിച്ചത് നമ്മൾ കാണുന്നു. പിന്നീട് ഭഗവാൻ അവതരിക്കുന്നു. ഈ ബ്രാഹ്മണരെ സംരക്ഷിക്കാനായി ഭഗവാൻ അവതരിച്ച് അവരെ നിഗ്രഹിക്കുന്നു, ഈ രാക്ഷസന്മാരെ. നമ്മൾ ഓഫറിംഗ് മന്ത്രമൊക്കെ പറയുമ്പോൾ അറിയാൻ പറ്റും, ഭഗവാനെ ഗ്ലോറിഫൈ ആണ്. നമോ ബ്രാഹ്മണ്യ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായച്ച. റൈറ്റ്? സോ ബ്രാഹ്മണരെയും പശുക്കളെയും ഒരുമിച്ച് പറയുന്നു. റൈറ്റ്? ഇവർ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളാണ്, ബ്രാഹ്മണരും പശുക്കളും. സോ അവരെ സംരക്ഷിക്കാൻ ഭഗവാൻ അവതരിക്കും. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞ ദ്രൗപദിയുടെ കഥ. റൈറ്റ്? പിന്നെയും കാണാം നമ്മുടെ രാമായണത്തിലും മഹാഭാരതത്തിൻ്റെയും ഒരു പ്രധാന പ്രതിപാദ്യ വിഷയം ഈ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നതും അതിന് കോൺസിക്വൻസ് ആയിട്ട് എന്തായി സംഭവിച്ചത് എന്നുള്ളതുമാണ്. സോ രാമായണത്തിൽ നമുക്ക് കാണാം, രാവണൻ വളരെയധികം സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറിയിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു ലസ്റ്റ് ആണ് രാവണന് വളരെയധികം പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഹീസ് എ വെരി ലസ്റ്റി പേഴ്സൺ. റൈറ്റ്? സോ ഏത് സ്ത്രീയിൽ കണ്ടാലും പ്രാപിക്കുക. റൈറ്റ്? അവരോട് അപമര്യാദയായിട്ട് പെരുമാറുക. സോ അതിൻ്റെ ഹൈറ്റ് ആയിട്ട് എന്താണ്? അവസാനം സീതാമാത, മെറ്റീരിയൽ ശക്തിയുടെ ഉറവിടമായ ലക്ഷ്മി ദേവിയുടെ തന്നെയായ സീതാമാതാവിനെ അപഹരിക്കാൻ നോക്കുന്നു. റൈറ്റ്? അനുഭവിക്കാൻ നോക്കുന്നു. ആൻഡ് അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് രാവണൻ നാമാവശേഷമാകുന്നു. റൈറ്റ്? സോ കുട്ടികളെ സംരക്ഷിക്കുന്നതിനും വളരെയധികം ഉദാഹരണങ്ങൾ, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാത്തപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും ഭാഗവതത്തിലും കാണാം, മഹാഭാരതത്തിലും കാണാം. ഇപ്പോൾ ഭാഗവതത്തിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ സ്റ്റോറി ഏതാണ്? ആക്ച്വലി 2 കുട്ടികളുടെ സ്റ്റോറി വളരെ പ്രോമിനൻ്റ് ആയിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറീസാണ്. പരീക്ഷിത് മഹാരാജാവ്. റൈറ്റ്? സോ പരീക്ഷിത് മഹാരാജാവിനെ തൻ്റെ പിതാവായ ഹിരണ്യകശിപു തന്നെ എത്രത്തോളം ഉപദ്രവിക്കാൻ ശ്രമിച്ചു. സോ ഭഗവാൻ സ്വയം അവതരിച്ചു ആ കുട്ടികളെ സംരക്ഷിക്കാത്ത ഹിരണ്യകശിപുവിനെ നശിപ്പിക്കാൻ വേണ്ടി. അതുമാതിരി തന്നെയാണ് ധ്രുവ മഹാരാജാവിൻ്റെ കഥയും. സോ ധ്രുവ മഹാരാജാവ് പിന്നെ സുരുചി, ഉത്താനപാദരുടെ 2ാമത്തെ പത്നിയായ സുരുചി അപമാനിക്കുമ്പോൾ ധ്രുവ മഹാരാജ് പോകുന്നു, വനത്തിൽ പോകുന്നു, ഭഗവാന്റെ ദർശനം ലഭിക്കുന്നു. ആൻഡ് ധ്രുവ മഹാരാജ് ബിക്കംസ് ദ കിങ്. ആൻഡ് സുരുചിയുടെ പുത്രനായ ഉത്തമൻ എന്ത് ചെയ്യും? പിന്നീടൊരു അവസരത്തിൽ യക്ഷന്മാർ വധിക്കപ്പെടുകയും ചെയ്യുന്നു. സോ സിമിലർലി ഓൾഡ് ഏജ് പീപ്പിൾ, വൃദ്ധരെയും സംരക്ഷിക്കുന്നതിന് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. സോ ഇതിൻ്റെ എല്ലാം റീസൺ എന്താണെന്ന് നമുക്ക് കുറച്ചും കൂടി നോക്കാം. ശില പ്രഭുപാദ് ഓൾറെഡി പ്രതിപാദിച്ചിട്ടുണ്ട് ഭാവാർത്ഥത്തിൽ. നമുക്ക് ഒന്നും കൂടി അതിന് നോക്കാം. സോ ബ്രാഹ്മണരെ സംരക്ഷിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ബിക്കോസ് വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും വേണ്ടുന്ന ഘടകമാണ് ബ്രാഹ്മണർ. അതുപോലെ തന്നെ ബ്രാഹ്മണരുടെ ഒപ്പം തന്നെ പശുക്കളും. സോ വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? സ്ലോലി എ പേഴ്സൺ, ലൈക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ജീവാത്മാവ് തൻ്റെ വർണ്ണാശ്രമ ധർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ പ്രോഗ്രസ് ചെയ്ത് നാരായണ പദപ്രാപ്തിയിലേക്ക് പോകുന്നു. സോ ഹി ഹാസ് പ്രോഗ്രസ് സ്ലോലി. തൻ്റെ ഭൗതികമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നു, അതിനൊപ്പം തന്നെ അവർ വർണ്ണാശ്രമ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ പ്രോഗ്രഷൻ ഉണ്ടാകുന്നു. എങ്ങോട്ട്?
ഭഗവത് പദപ്രാപ്തിയിലേക്കുള്ള സ്ലോ പ്രോഗ്രഷൻ ഉണ്ടാകുന്നു. ഈ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ അടിസ്ഥാനമാണ് ബ്രാഹ്മണിക്കൽ കൾച്ചർ. സോ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാര്യം ഭഗവാൻ തന്നെയാണ് 4 വർണ്ണങ്ങൾ സൃഷ്ടിച്ചത്. നമുക്ക് ഭഗവത്ഗീതയിൽ വായിക്കാം, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. റൈറ്റ്. സോ 4 വർണ്ണങ്ങൾ ഭഗവാൻ സൃഷ്ടിക്കുന്നു. എന്തുകൊണ്ട്? ഗുണങ്ങളും കർമ്മങ്ങളും അനുസരിച്ചിട്ട്. സോ ബ്രാഹ്മണിക്കൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്വഗുണത്തിൽ വർത്തിക്കുന്നവരാണ്. അവരുടെ കർമ്മം എന്താണ്? പഠനം, പാഠ്യം, റൈറ്റ്, പഠിക്കുക, പഠിപ്പിക്കുക, യജ്ഞങ്ങൾ അനുഷ്ഠിക്കുക. റൈറ്റ്. സോ യജ്ഞങ്ങൾ എന്ന് വെച്ചാൽ പ്യൂരിഫിക്കേറ്ററി പ്രോസസ്. സോ ഈ പ്യൂരിഫിക്കേറ്ററി പ്രോസസ് അനുഷ്ഠിക്കുക, പഠനം, പാഠ്യം. റൈറ്റ്. അവര് ശാസ്ത്രങ്ങൾ പഠിക്കുന്നു, ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നു. സോ ഇത് ആണ് ബ്രാഹ്മണ കർമ്മങ്ങൾ. സോ അവര് സത്വഗുണത്തിൽ വർത്തിക്കുന്ന വ്യക്തികളാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. സോ ഇവരുടെ പ്രധാന ധർമ്മം എന്താണ്? പഠിപ്പിക്കുക. സോ ബ്രാഹ്മണാസ് ആർ കൺസിഡേഴ്സ് ആസ് ദ ഇന്റലിജൻസ് ഇൻ എ സൊസൈറ്റി. അവര് ഒരു സമൂഹത്തിന്റെ ഇന്റലിജൻസ് എലമെന്റ് ആയിട്ടാണ് കണക്കുന്നത്. ദേ ആർ ഇൻഡിപെൻഡന്റ്. മറ്റ് 3 വർണ്ണങ്ങളിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആണ്. ക്ഷത്രിയർക്കും മുകളിലാണ് ബ്രാഹ്മണർ. കാരണം അവര് ക്ഷത്രിയരെയും അവരെ അഡ്വൈസ് ചെയ്യുന്നു, എങ്ങനെ രാജ്യം ഭരിക്കണം, എങ്ങനെ അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ബ്രാഹ്മണരാണ്. സോ ബ്രാഹ്മണാസ് ആർ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ്. റൈറ്റ്. സോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ബ്രാഹ്മണർ ഉള്ളപ്പോൾ സമൂഹം നന്നായിട്ട് വർത്തിക്കുന്നു, സിവിലൈസേഷൻ നല്ലപോലെ പ്രവർത്തിക്കുന്നു. ശ്രീ പ്രഭുപാദർ ഇസ്കോൺ ഫൗണ്ട് ചെയ്തതിൻ്റെ പ്രധാന റീസൺസിൽ ഫസ്റ്റ് റീസൺ പറയുന്നത് റീഎസ്റ്റാബ്ലിഷ് ദ ബ്രാഹ്മണിക്കൽ കൾച്ചർ. ബിക്കോസ് കലിയുഗത്തിൻ്റെ പതനത്തിൻ്റെ പ്രധാന ഒരു കാരണം എന്തെന്ന് വെച്ചാൽ ബ്രാഹ്മണിക്കൽ കൾച്ചർ ഡീഗ്രേഡ് ആയിപ്പോയി. ബ്രാഹ്മണർ ആരും ബ്രാഹ്മണരല്ല. റൈറ്റ്. സോ നമുക്ക് ഒത്തിരി തവണ കേട്ടിട്ടുള്ള ഒരു ശ്ലോകമാണ്, എന്നാലും ഞാൻ ആവർത്തിക്കുന്നു. എന്താണ് പറയുന്നത് ശാസ്ത്രങ്ങൾ? ജന്മനാ ജായത്തെ ശൂദ്ര. ജന്മത്താൽ എല്ലാവരും ശൂദ്രരായിട്ടാണ് ജനിക്കുന്നത്. കാരണം ശൂദ്രരുടെ കർമ്മം എന്താണ്? പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇന്റലിജൻസ് എലമെന്റ് വന്നിട്ടില്ല. സോ ജന്മത ജായത്തെ ശൂദ്ര. പിന്നെ അതിനുശേഷം എന്താ പറയുക? സംസ്കാരാധിഭവേ ദ്വിജ. സംസ്കാരത്തിലൂടെ ദ്വിജരാകുന്നു. എന്ന് വെച്ചാൽ സംസ്കാരം എന്താണ്? നമുക്ക് പ്യൂരിഫിക്കേഷൻ ആയിട്ട് അനേക സംസ്കാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് ഗർഭോധാന സംസ്കാര, അതിനുശേഷം അന്നപ്രാശ സംസ്കാര, പിന്നെ നാമകരണ സംസ്കാര, അങ്ങനെ അനേകം ലാസ്റ്റ് സംസ്കാരം അന്ത്യോഷ്ടി. റൈറ്റ്. സോ ജീവൻ ത്യാഗം ചെയ്യുമ്പോൾ അന്ത്യോഷ്ടി സംസ്കാരം. സോ ഒരു വ്യക്തിയുടെ ഒരു ജീവന്റെ ഭൗതിക ലോകത്തിൽ വന്നാൽ അനേക തരം സംസ്കാരങ്ങൾ പറയണം. ഈ സംസ്കാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ അവർ ദ്വിജരായി ഭവിക്കുന്നു. റൈറ്റ്. അതിനുശേഷം ദ്വിജൻ ആയി കഴിഞ്ഞാൽ അദ്ദേഹം ആ വേദാഭ്യാസത്തിനായിട്ട് പോകുന്നു. സോ ഓരോ വർണ്ണത്തിലുള്ളവർക്കും ഓരോ വർണ്ണത്തിലുള്ള ടെൻഡൻസി, അത് ഗുണം അനുസരിച്ചുള്ള ടെൻഡൻസി അനുസരിച്ച് ഓരോ തരത്തിലുള്ള വേദാഭ്യാസമാണ്. ക്ഷത്രിയരാണെങ്കിൽ അവർക്ക് ആയോധന കലകൾ, വൈശ്യരാണെങ്കിൽ അവർ രജോ ഗുണം പ്രോമിനന്റ് ആയിരിക്കും, അവർക്ക് വ്യവസായമായിട്ടുള്ള പഠനങ്ങൾ വരുന്നു. ശൂദ്രരാണെങ്കിൽ പ്രവൃത്തി, അതിനനുസരിച്ചുള്ള പഠനം വരുന്നു. ബ്രാഹ്മണർക്ക് വേദ്യാഭ്യാസം ഭവതി വിപ്ര. റൈറ്റ്. വേദാഭ്യാസത്തിലൂടെ വിപ്രരാകുന്നു. ബ്രാഹ്മണരായിട്ടില്ല, ഇപ്പോഴും വിപ്രരായിട്ടുള്ളൂ. അതിനുശേഷം ബ്രഹ്മജാനാതി ഇതി ബ്രാഹ്മണ. അവർക്ക് സെൽഫ് റിയലൈസേഷൻ ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ പഠനത്തിലൂടെ സെൽഫ് റിയലൈസേഷൻ ആർജിക്കുമ്പോൾ ആണ് അവർ ബ്രാഹ്മണരായി മാറുന്നത്. അത്തരം ബ്രാഹ്മണർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി വർണ്ണാശ്രമധർമ്മ. വർണ്ണാശ്രമധർമ്മത്തിൻ്റെ പ്രവർത്തിക്കായിട്ട് അത്യന്തികം ആവശ്യമുള്ളതാണ് ഈ ബ്രാഹ്മണർ. ഹരേ കൃഷ്ണ. ഏതാ ശ്ലോകം എന്ന് പറയാമോ? ഗീതയിലല്ല. എക്സാക്ട് റെഫറൻസ് ആണ്, പക്ഷെ പ്രഭുപാദ് എപ്പോഴും കോട്ട് ചെയ്യണത് അവിടെ നിന്നാണ് ഞാൻ കണ്ടേക്കണത്. ഇത് ഐ തിങ്ക് ഏതോ ഒരു വേദങ്ങളിലെ ധർമ്മമാണ്. ഐ ഡോണ്ട് നോ എക്സാക്ട് എവിടെയാണെന്ന്. പിന്നെ വേണമെങ്കിൽ അയച്ചു തരാം കേട്ടോ മാതാജി. സോ സോറി. സോ ബ്രാഹ്മണർ ലീഡ് ചെയ്യാത്തൊരു സൊസൈറ്റി എങ്ങനെയാ?
അത് ബ്രാഹ്മണിക്കൽ കൾച്ചർ ലീഡ് ചെയ്യുന്ന സൊസൈറ്റി എങ്ങനെയായിരിക്കും? പരീക്ഷിത് മഹാരാജ് തൻ്റെ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ട് തൻ്റെ ഉപദേശങ്ങളിൽ പറയുന്നു, നതേ വിദു സ്വാർത്ഥഗതിം ഹി വിഷ്ണു ദുരാശയാ ഹി ബഹിരാർത്ഥമാനെ അന്ധാ യഥാന്തേർ ഉപനീയമാനസ് തേ അപി ഈശാതന്ത്രം ഉരുധാംനി ബന്ധ. റൈറ്റ്. സോ എങ്ങനെയായിരിക്കും? അധാ അന്ധാ യഥാന്തേർ ഉപനീയമാനസ്. അന്ധന്മാർ മറ്റുള്ളവരെ അന്ധന്മാരെ നയിക്കുന്ന മാതിരിയാകും സൊസൈറ്റി. റൈറ്റ്. സോ when there is no intelligent brahmanas in there, എല്ലാവരും ശൂദ്രന്മാരാണ്. സോ ഹൗ ടു ലീഡ് എ സൊസൈറ്റി എന്നുള്ള ഇന്റലിജൻസ് ഇല്ല. സോ അന്ധാ യഥാന്തർ അങ്ങനെയുള്ളവർ എവിടെ എത്തും? ദേ ആർ ബൗണ്ട് ബൈ അവര് ഈശപാശം. റൈറ്റ്. സോ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങളിൽ ബന്ധനസ്ഥരാണ്. റൈറ്റ്. ദേ ആർ സ്റ്റക്ക് ഇൻ ദ മെറ്റീരിയൽ ലൈഫ്. ആൻഡ് അവരെന്ത് ചെയ്യും? ഭൗതിക പ്രകൃതിയുടെ ത്രീ ടൈപ്സ് ഓഫ് മിസറീസ് അതിലൂടെ സഫർ ചെയ്യും. റൈറ്റ്. ആൻഡ് നമുക്ക് എക്സാക്ട്ലി കാണാം ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സംഭവിക്കുന്നത്. ഈ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കാണാം എത്രയോ ദുഷ്കരമായ വാർത്തകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ദാറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ദിസ് ഇസ് there is no proper education how to lead life. Right. So ഈ കുലങ്ങളുടെ നാശമാകുന്നതിൻ്റെ പ്രധാനമായ ഒരു കാരണമാണ് ഇത്, ബ്രാഹ്മണിക്കൽ കൾച്ചറിന്റെ ഡിസ്ട്രക്ഷൻ. ആൻഡ് എവിടെയൊക്കെ ബ്രാഹ്മണര് അപമാനിക്കപ്പെടുന്നു അവിടെ എല്ലാം നാശം സംഭവിച്ചിട്ടുണ്ട്. റൈറ്റ്. ഉദാഹരണങ്ങൾ പലതാണ്. കാർത്തിവീരാർജുനന്റെ കഥ കേട്ടിട്ടുണ്ട്. റൈറ്റ്. കാർത്തിവീരാർജുനൻ എന്ത് ചെയ്യും? കാർത്തിവീരാർജുനൻ പോയി ചമദഗ്ന മുനിയെ അപമാനിക്കും. അതിനുശേഷം ഭഗവാൻ അവതരിക്കും. എങ്ങനെ? പരശുരാമ രൂപത്തിൽ 21 രാജാക്കൻ കുലങ്ങൾ, എന്താ പറയാ, എൻ്റെ വംശം. റൈറ്റ്. 21 ടൈംസ് പരശുരാമൻ വധിക്കും. റൈറ്റ്. പിന്നെ മറ്റൊരു ഉദാഹരണം, വിശ്വാമിത്ര മുനി വസിഷ്ഠ മുനിയെ അപമാനിക്കുമ്പോൾ കാമധേനു പശുവിനെ, അവിടെ ആക്ച്വലി എക്സാമ്പിളും ഉണ്ട് ഓഫ് എ കൗ ഓൾസോ. സോ അപഹരിക്കാൻ സാധിക്കുമ്പോൾ അഗെയിൻ വിശ്വാമിത്ര മുനി കൂടെയുള്ള എല്ലാ ഭടന്മാര് എല്ലാവരെയും പരാജിതരാകുന്നു. വിശ്വാമിത്ര മുനി വെച്ച് മറ്റെല്ലാവരും അദ്ദേഹത്തിന്റെ പുത്രന്മാരുൾപ്പെടെ എല്ലാവരും വധിക്കപ്പെടുന്നു. സോ ക്ഷത്രിയർക്ക് ആക്ച്വലി വർണ്ണാശ്രമ ധർമ്മം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല. വൈശ്യർക്ക് സാധിക്കില്ല, ശൂദ്രർക്ക് സാധിക്കില്ല. വർണ്ണാശ്രമ ധർമ്മം വ്യവസ്ഥിതി മുന്നോട്ട് പോകണമെങ്കിൽ ആക്ച്വലി ബ്രാഹ്മണിക്കൽ കൾച്ചർ വേണം. സോ ഇതുകൊണ്ട് ബ്രാഹ്മണർ തീർച്ചയായും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. സോ അതില്ലാത്ത അവസ്ഥ ആക്ച്വലി ഭഗവത്ഗീതയിൽ നമുക്ക് കാണാം. ഭഗവത്ഗീത 16-ാം അധ്യായത്തിൽ പറയും, യശ് ശാസ്ത്രവേദി മുത്സൃജ വർത്തതേ കാമകാർത്ത ന സ സിദ്ധിം അവാപ്നോതി ന സുഖം ന പരാംഗതിം. സോ വൈദിക ധർമ്മങ്ങളിലുള്ള നിയമങ്ങൾ അനുസൃതമല്ലാത്ത ജീവിതം നയിക്കുമ്പോൾ എന്ത് ചെയ്യും? ന സുഖം ന പരാംഗതി. റൈറ്റ്. നീദർ ഹാപ്പിനെസ്, സന്തോഷം ഉണ്ടാവില്ല. നമ്മൾ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയാണ് ഇത് പോകുന്നത്, പക്ഷെ ആ ഇന്ദ്രിയ തൃപ്തി നമുക്ക് ലഭിക്കുന്നുമില്ല. എന്ത് പറ്റും? പരമലക്ഷ്യമായ ഭഗവത് പ്രാപ്തിയും ലഭിക്കുന്നില്ല. സോ അതുകൊണ്ട് എന്താ പറയുന്നത്? അടുത്ത ശ്ലോകത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നു, തസ്മാത് ശാസ്ത്രം പ്രമാണം ന കാര്യക വ്യവസ്ഥിതു ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തും ഇഹാർഹസി. അതുകൊണ്ട് എന്താ പറയുന്നത്? സ്ക്രിപ്ചേഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. റൈറ്റ്. അതിനനുസരിച്ച് പ്രവർത്തിക്കുക. റൈറ്റ്. ജ്ഞാത്വാ ശാസ്ത്രം വിധാനോക്തം കർമ്മ കർത്തും ഇഹാർഹസി. റൈറ്റ്. ഭഗവാൻ പറയുവാണ് എന്തുകൊണ്ട് ഭൗതിക ലോകത്തിലുള്ള പ്രവർത്തികൾ എങ്ങനെ ചെയ്യും? സ്ക്രിപ്ചറൽ ഇഞ്ചക്ഷൻസിലൂടെ, അതിൻ്റെ അതിൻ്റെ ടീച്ചിങ്സിലൂടെ പ്രവർത്തിക്കുക. സോ ഇത് അറിയണമെങ്കിൽ എന്ത് വേണം? വി നീഡ് ബ്രാഹ്മണിക്കൽ കൾച്ചർ. സോ ബ്രാഹ്മണാസ് തീർച്ചയായും സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഒരു സൊസൈറ്റിയിൽ. നെക്സ്റ്റ് പറയുന്ന പോയിന്റ് പശുക്കൾ. സോ ബ്രാഹ്മണരും പശുക്കളും വളരെ അധികം ലിങ്ക്ഡ് ആണ്. സോ പശുക്കളുടെ കാര്യം എന്താ പറയുന്നത്? ചില പ്രഭുപാദ ഒരു ഉദാഹരണം ഇവിടെ റീസൺ പറയുന്നത്, പശു പാല് തരുന്നു. ആൻഡ് മിൽക്ക് ഈസ് എ മിറാക്കുലസ് ഫോം ഓഫ് ഫുഡ് എന്നാണ് ചില പ്രഭുപാദ പറയുന്നത്. ബിക്കോസ് നമ്മുടെ ബ്രെയിൻ ടിഷ്യൂസ് പ്രവർത്തിക്കണമെങ്കിൽ യു നീഡ് ഫ്രം മിൽക്ക്. പാലിൽ നിന്നാണ് ബ്രെയിൻ ടിഷ്യൂസ് അതിന് ഉണ്ടാകുന്നത്, അത് റിക്കവർ ചെയ്യുന്നത്. ആൻഡ് ഈ ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനം വേണം എന്തിന്? ശാസ്ത്രം അഭ്യസിക്കണമെങ്കിൽ. സോ ഇത് ഒരു ഉദാഹരണമാണ് ഹൗ പശു നമ്മളെ അല്ലെങ്കിൽ തൻ്റെ പാലിലൂടെ
ഒരു സമൂഹത്തിൻ്റെ ഉന്നതിക്കായിട്ടുള്ള സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. ഇതിന് കൂടെ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണർ യജ്ഞം ചെയ്യുന്നു. യജ്ഞങ്ങൾ ആർ പെർഫോംഡ് ഫോർ പ്യൂരിഫിക്കേഷൻ. ഈ യജ്ഞങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു പശുവിൻ്റെ പ്രൊഡക്ട്സ് ഇല്ലാണ്ട് നമുക്ക് ഒരു യജ്ഞം ചെയ്യാൻ സാധിക്കില്ല. സ്റ്റാർട്ടിങ് വിത്ത് എന്താണ്? ഗോമൂത്രം, റൈറ്റ്? ദെൻ കൗഡങ്, റൈറ്റ്? പാല്, തൈര്, നെയ്യ്, ബട്ടർ, റൈറ്റ്? ഈ വസ്തുക്കളാണ് ഒരു യജ്ഞത്തിൻ്റെ ബേസ്. യജ്ഞം അനുഷ്ഠിക്കാനുള്ള ഒരു ബേസ്. ഘീ ഇല്ലാണ്ട് യജ്ഞം ചെയ്യാൻ സാധിക്കില്ല, റൈറ്റ്? സോ ഇത് എല്ലാം ലഭിക്കുന്നത് എവിടെയാണ്? പശുവിൽ നിന്നാണ്. വിതൗട്ട് കൗസ് വി കനോട്ട് പെർഫോം എ പ്രോപ്പർ യജ്ഞ, റൈറ്റ്? രണ്ടാമത്, നമ്മൾ ഒരു കുട്ടി ജനിച്ചാൽ ആക്ച്വലി ഒരു വയസ്സ് വരെ, മാക്സിമം 2 വയസ്സ് വരെ, കൂടിപ്പോയ 5 വയസ്സ് വരെ തൻ്റെ മാതാവിൻ്റെ പാല് കുടിക്കുന്നു. ബാക്കി ജീവിതത്തിൻ്റെ ശിഷ്ടകാലം അത്രയും, റൈറ്റ്? 100 വയസ്സ് വരെ ജീവിച്ചു കഴിഞ്ഞാൽ 95 വയസ്സും കുടിക്കുന്നത് എന്താണ്? പശുവിൻ്റെ പാലാണ്. സോ ഒരു അമ്മ നമ്മളെ ഫീഡ് ചെയ്ത് സംരക്ഷിക്കുന്ന പോലെ അതിലേക്കാളും ഉപരിയായിട്ട് ആക്ച്വലി പശു നമ്മുടെ ഗ്രോത്തിനെ, നമ്മുടെ ഉപജീവനത്തിനെ സഹായിക്കുന്നു, റൈറ്റ്? ശ്രീ പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്, ആക്ച്വലി ഇഫ് യു ഹാവ് വെൽത്ത്, ഡു 2 തിങ്സ്: ബൈ ലാൻഡ് ആൻഡ് റെയർ കൗസ്. ഇതാണ് ശരിയായ സമ്പത്ത്, റൈറ്റ്? സോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പശുക്കളും ബ്രാഹ്മണരും ചേർന്ന് പോകുന്നു. ബിക്കോസ് യജ്ഞം പ്രവർത്തിക്കാൻ ഇവർ രണ്ടുപേരും വേണം, റൈറ്റ്? ഇൻസ്ട്രക്ഷൻസ് നൽകാൻ ബ്രാഹ്മണർ വേണം, അത് പ്രാവർത്തികമാക്കാൻ പശുക്കൾ വേണം. ഉപജീവനത്തിൻ്റെ മാർഗവുമാണ് പശു. ആൻഡ് പശുവിന് വളരെ പ്രത്യേകത ഉള്ള ഒരു കാര്യമാണ്. സോ ഒരു ഉദാഹരണം, ഒരു വൈഷ്ണവൻ പറഞ്ഞ ഒരു കഥ പറയുവാണ്. കഥയല്ല, ഒരു എക്സ്പ്ലനേഷൻ. സോ ജനറലി മാമൽസ്, റൈറ്റ്? മാമൽസിന് ആക്ച്വലി 2 നിപ്പിൾസ് ആണുള്ളത്. ആൻഡ് ദേ ആക്ച്വലി ഗീവ് ബർത്ത് ടു 1 child at a time, generally 99% of the time, and they are used to feed 1 child, right? പിന്നെ മാമൽസ് അല്ല ചിലരുണ്ട്, ലൈക്ക് പട്ടികൾ, പന്നികൾ ഒക്കെ അനേകം നിപ്പിൾസ് ആയിട്ടുള്ളതുണ്ട്. ബിക്കോസ് ദേ ഗീവ് ഇൻ 1 birth more than 1 child, റൈറ്റ്? എല്ലാവർക്കും ഒരുമിച്ച് ഫീഡ് ചെയ്യാൻ. ബട്ട് കൗ ഈസ് 1 സ്പെഷ്യൽ ആനിമൽ. പശു ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആനിമലാണ്. 4 അകിടുകളുണ്ട്, റൈറ്റ്? 4 നിപ്പിൾസ് ഉണ്ട്. 2 are for its calf and 2 are for ആർക്കാ? നമുക്കായിട്ട്, മറ്റുള്ള ജീവന് വേണ്ടിയിട്ട്. അത് ബൈ ഡിസൈൻ, ഭഗവാന്റെ ഡിസൈനിലൂടെ തന്നെ ആക്ച്വലി മറ്റുള്ളവരെ സംരക്ഷിക്കാനല്ല, മറ്റുള്ളവർക്ക് ഉപകരിക്കാൻ, മറ്റുള്ളവർക്ക് വളർച്ചയ്ക്ക് വേണ്ടി ആണ് പശുവിൻ്റെ ബൈ ഡിസൈൻ ഇറ്റ് സെൽഫ്. സോ ഇനിയും ഒത്തിരി പറയാനുണ്ട് പശുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പശുവിൻ്റെ സ്നേഹം, നമ്മൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സ്നേഹത്തിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വാത്സല്യം, റൈറ്റ്? വാത്സല്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. ഈ വാത്സല്യം എന്നുള്ള വാക്കിന്റെ ഉറവിടം തന്നെ എങ്ങനെയുണ്ട്? വത്സ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ വത്സാസുരൻ എന്ന് കേൾക്കുമല്ലോ ഭഗവാന്റെ ലീലയിൽ. വത്സാസുരൻ എന്താ? പശുക്കിടാവ്, റൈറ്റ്? സോ കിടാവിനോട് എങ്ങനെയാണ് പശു തൻ്റെ സ്നേഹം കാണിക്കുന്നത്? ഒരു കിടാവ് കുഞ്ഞിലെ വളരെ 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 കുഞ്ഞിലെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പലരും പശുക്കിടാവ് ജനിക്കുന്നതും അതിനുശേഷമുള്ളത് കണ്ടിട്ടുള്ളത് കാണാം. ഒരു കിടാവ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ പശു എന്താ ചെയ്യുക? അതിനെ മൊത്തം നക്കിയെടുക്കും. നക്കി എന്തിനാ? അതിന് ശക്തി വരാൻ. സോ ഒരു ലവിൻ്റെ ഒരു ഏറ്റവും ഉന്നതമായ ഒരു എക്സ്പ്രഷനാണ് കാണുന്നത് ഒരു പശു തൻ്റെ കിടാവിനോട് കാണിക്കുന്നത്. അതിൽ നിന്ന് വന്ന വാക്കാണ് വാത്സല്യം, റൈറ്റ്? ആ വാത്സല്യത്തിൻ്റെ മറ്റതല്ല, അതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഭഗവാന്റെ ഏറ്റവും വലിയ ഫീച്ചറുമാണ് ഈ വാത്സല്യം, ഭക്തവാത്സല്യം. സോ ദീസ് ആർ ഓൾ കണക്റ്റഡ് ടു കൗ. വി ക്യാൻ സ്പീക്ക് ഒരു മണിക്കൂർ ഒരു ദിവസം സംസാരിക്കാം. സോ ഇവിടെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് മൂവ് ചെയ്യാം. സോ പിന്നീട് പറയുന്ന പോയിന്റാണ് സ്ത്രീകളുടെ സംരക്ഷണം. കണക്റ്റഡ് ആയിട്ടുള്ളതാണ് കുട്ടികളുടെ സംരക്ഷണം.
ആൻഡ് തേർഡ് പോയിന്റ് ഓൾഡ് മെൻ. ഈ 3 പോയിന്റ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് പറയാം. സോ സ്ത്രീകളുടെ സംരക്ഷണവും കുട്ടികളുടെ സംരക്ഷണവും കണക്റ്റഡ് ആണ്. സോ ഭഗവത്ഗീതയിൽ പ്രഥമ അധ്യായത്തിൽ നമ്മൾ അർജുനന്റെ വിഷാദ യോഗത്തിൽ കാണാം. അർജുനൻ പറയുന്ന ഒരു കാരണം എന്താണ്? സ്ത്രീകളെ സംരക്ഷണം, ഈ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഇവരെല്ലാം വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീകളെ ആരും സംരക്ഷണം നശിക്കും. ആൻഡ് സ്ത്രീകളുടെ സംരക്ഷണം നശിക്കുമ്പോൾ എന്ത് പറയും? സൊസൈറ്റി നശിക്കപ്പെടുന്നു, സമൂഹം നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവില്ല. റൈറ്റ്. സോ അർജുനൻ പറയുന്നു, എന്താണ് പറയുന്നത്? അർജുനൻ 1:40 പറയും, സോ അധാർമപി വത് കൃഷ്ണ പ്രദൂഷന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാഷു വാർഷ്ണേയ ജായത്തെ വർണ്ണശങ്കര. റൈറ്റ്. എന്ത് പറ്റും? സ്ത്രീകളെ സംരക്ഷിക്കപ്പെടാത്ത അവസ്ഥയിൽ ഫാമിലി ബിക്കംസ് പൊല്യൂട്ടഡ്, കുടുംബങ്ങൾ പൊല്യൂട്ടഡ് ആവുന്നു. ആൻഡ് ഫ്രം ഡീഗ്രഡേഷൻ ഓഫ് വുമൺഹുഡ്, സ്ത്രീകളുടെ ഡീഗ്രഡേഷൻ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? അൺവാണ്ടഡ് പ്രൊജനി, വർണ്ണസങ്കര സംഭവിക്കുന്നു. റൈറ്റ്. സോ വർണ്ണാശ്രമധർമ്മത്തിന്റെ ഫെയിലിയർ ആകുമ്പോൾ, അത് നടക്കാണ്ട് വരുമ്പോൾ എന്ത് പറ്റും? സ്ത്രീകൾ ഫ്രീ ടു ആക്ട്. റൈറ്റ്. അവർ ഫ്രീ ആയിട്ട് മറ്റ് പുരുഷന്മാരോട് ഇടപഴകാനും അതിലൂടെ അഡൾട്ടറി സംഭവിക്കാനും അതിലൂടെ അൺവാണ്ടഡ് പോപ്പുലേഷൻ ഉണ്ടാവാനും സാധിക്കുന്നു. സോ ഈ അഡൾട്ടറി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇടപഴകുക വിത്ത് അതർ മെൻ. വെൻ ചിൽഡ്രൻ ആർ പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് എൻജോയിങ് സെൻഷ്വൽ പ്ലഷർ, റൈറ്റ്, ഇന്ദ്രിയ തൃപ്തിക്കായിട്ട് ഉള്ള പ്രവൃത്തിയിലൂടെ കുട്ടികൾ ജനിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് അൺവാണ്ടഡ് പ്രൊജനി, വർണ്ണസങ്കരമായിട്ട് ജനിക്കുന്നു. അത്തരം കുട്ടികൾ സമൂഹത്തിന് വിപത്കരമായിട്ട് വർത്തിക്കുന്നു. ബിക്കോസ് അവരുടെ സൃഷ്ടിയുടെ പർപ്പസേ ഇന്ദ്രിയ തൃപ്തി എന്നുള്ളതാണ്. റൈറ്റ്. അതിൽ നിന്നാണ് അവര് അങ്ങനെ വരുന്ന വർണ്ണസങ്കരത്തിലൂടെ വരുന്ന കുട്ടികൾ വരും സങ്കരോ നരകായവ. റൈറ്റ്. കുലജ്ഞാനം കുലസ്യച പതന്തി പിതരോ ഹിയേഷം ലുപ്ത പിണ്ടോദക ക്രിയ. സോ അടുത്ത ശ്ലോകത്തിൽ പറയണം, 1:41 അർജുന പറയണത് എന്ത് പറയും? ശങ്കരം എന്താണ്? നരകതുല്യമാവും. റൈറ്റ്. കുലങ്ങൾ മുടിക്കപ്പെടും. റൈറ്റ്. അവർ പിതൃകർമ്മങ്ങൾ അർപ്പിക്കാണ്ടാവും, പിണ്ടോദക ക്രിയ ചെയ്യാണ്ടാവും. സോ കുടുംബങ്ങൾ നശിക്കും, പിതൃക്കൾക്ക് എന്താ പറയുക, അവർ കൂടുതൽ വേദനയിലാകും. സോ ആൻഡ് ഇറ്റ് ലീഡ്സ് ടു കുലക്ഷയ. റൈറ്റ്. സോ ആക്ച്വലി നമുക്കിപ്പോൾ കാണാവുന്ന ഒരു വ്യവസ്ഥയാണ് കുട്ടികൾ അൺവാണ്ടഡ് പ്രൊജനി. ജനറലി ഒരു ഗർഭോദക സംസ്കാരത്തിലൂടെ, ഗർഭോദക സംസ്കാരം എങ്ങനെയാണ് നല്ലൊരു ജീവാത്മാവിനെ ഭൗതിക ലോകത്തിൽ ജനിക്കാൻ അനേകം ജീവാത്മാക്കൾ ഇങ്ങനെ സ്റ്റക്കായിട്ടുണ്ട്. അവരെക്ക് ഒരു മുക്തിപഥത്തിലേക്കുള്ള ഒരു അവസരം നൽകാൻ, അങ്ങനെ ഒരു ജീവാത്മാവിനെ ഭൗതിക ലോകത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവൃത്തിയാണ് ഗർഭോദക സംസ്കാരം. അതിലൂടെ ഒരു കുട്ടിയെ എങ്ങനെ ഈ ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്നുള്ള ചക്രത്തിൽ നിന്ന്, റിപ്പീറ്റഡ് ബർത്തിൽ നിന്നുള്ള ചക്രത്തിൽ നിന്ന് മുക്തി നൽകി എങ്ങനെ അവരെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുക, ഇതിനുള്ള ഒരു പ്രവൃത്തിയാണ് ഗർഭോദാരണ സംസ്കാരം. ഇതിനുള്ള ഒരു പ്രവൃത്തിയാണ് ഒരു ആത്മാവിനെ ഭൗതിക ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഹൗ ടു ലിബറേറ്റ് ഇറ്റ്, ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ്. റൈറ്റ്. വെൻ അത് പോയിട്ട് വെൻ ഇറ്റ് ബിക്കംസ് ഇന്ദ്രിയ തൃപ്തി, ദെൻ വി സീ വാട്ട് ഹാപ്പൻസ് നൗ. ഇന്ന് സമൂഹത്തിൽ കാണുന്നത് നമ്മൾ കാണുന്നു. റൈറ്റ്. എന്ത് പറയും? അവരുടെ പർപ്പസേ ഇന്ദ്രിയ തൃപ്തിയാണ്. ദേ ഗെറ്റ് ഇൻ ടു അഡിക്ഷൻസ്, ദേ ഗെറ്റ് ഇൻ ടു വയലൻസ്, ദേ ഗെറ്റ് ഇൻ ടു ഓൾ കൈൻഡ്സ് ഓഫ് അൺവാണ്ടഡ് ആക്ട്സ്. അവർക്ക് എന്താ പറയുക, ശരിയായ പർപ്പസിലല്ല വന്നേക്കുന്നത്, ശരിയായ ജ്ഞാനം ലഭിച്ചിട്ടില്ല, ശരിയായ സ്നേഹം ലഭിച്ചിട്ടില്ല, ശരിയായ ഡയറക്ഷൻ ലഭിച്ചിട്ടില്ല. അവർ എന്ത് സംഭവിക്കുന്നു? അവരതിലൂടെ കൂടുതൽ ഇന്ദ്രിയ തൃപ്തിക്കുള്ള കാര്യങ്ങൾ ഇടുന്നു. സ്ത്രീകളുമായിട്ട് പുരുഷന്മാരുമായിട്ട് അനിയന്ത്രിതമായി ഇടപഴകുന്നു. ഇന്ദ്രിയ തൃപ്തിക്കായിട്ട് എങ്ങനെയും ധനാർജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇന്ദ്രിയ തൃപ്തിക്കായിട്ട് ലഹരി പദാർത്ഥങ്ങളുടെയും മറ്റ് ഭക്ഷ്യവസ്തുക്കളുടെയും ഏർപ്പെടുന്നു. ആൻഡ് ദെൻ they don't know what they want to do and they ended up destroying the society. Right. So
വർണ്ണസങ്കരത്തിൻ്റെ റിസൾട്ടാണിത്. സ്ത്രീകളെ സംരക്ഷിക്കപ്പെടാത്തതിന്, കുട്ടികളെ സംരക്ഷിക്കപ്പെടാത്തതിൻ്റെ റിസൾട്ടാണ് ഇത്. ഇതിന് ഒരു ആക്ച്വലി ശാസ്ത്രങ്ങൾ അനേകം എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 4-ാമത്തെ സ്കന്ധത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ വന്ന ഒരു ഉത്തമ ഉദാഹരണമാണ് വേണ മഹാരാജാവിൻ്റെ എക്സാമ്പിൾ. സോ അംഗരാജാവിൻ്റെ പുത്രനായിട്ട് ആണ് വേണ മഹാരാജാവ് വന്നത്. സോ വേണ മഹാരാജാവ് എങ്ങനെയാണ് ജനിച്ചത്? അംഗമഹാരാജാവിന് ഒരു പുത്രൻ ലഭിക്കണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പല പുണ്യകർമ്മങ്ങളും യജ്ഞാതി കർമ്മങ്ങളും അനുഷ്ഠിച്ചിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പുത്രൻ ലഭിക്കുന്നില്ല. അവസാനം അംഗമഹാരാജ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ സ്വയം പ്രത്യക്ഷനായി അദ്ദേഹത്തിന് ഒരു സ്വീറ്റ് നൽകുന്നു. ആൻഡ് ദാറ്റ് വേണ മഹാരാജ് തൻ്റെ പത്നിക്ക് നൽകുന്നു. ആൻഡ് ദെൻ അതിൽ നിന്ന് അംഗമഹാരാജന് പുത്രനായി വേണൻ ലഭിക്കുന്നു. സോ ഭഗവാൻ നേരിട്ടുള്ള ഇടപെടലോടിലാണ് വന്നത്. എന്നിരുന്നാൽ തന്നെയും വേണൻ വളരെ ക്രൂരനായിട്ടുള്ള ഒരു രാജാവായിട്ടാണ് ഭവിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ആക്ച്വലി 4th കാൻഡോയിൽ പറയുന്ന കാര്യമാണ്. സോ എന്തുകൊണ്ടെന്നാൽ ഹൗ ഇറ്റ് ഹാപ്പൻഡ്, ബിക്കോസ് വേണ മഹാരാജാവിൻ്റെ പത്നി ഒരു ഇറിലീജിയസ് പേഴ്സൺ ആയിരുന്നു, ധർമ്മങ്ങളെ മാനിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. അതെന്തുകൊണ്ട്? കാരണം അദ്ദേഹത്തിൻ്റെ, അതായത് വേണരാജാവിൻ്റെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ പത്നിയുടെ അച്ഛൻ, റൈറ്റ്, ഹി വാസ് ഡെത്ത് പെർസോണിഫൈഡ് എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്, റൈറ്റ്. ഡെത്ത് പെർസോണിഫൈഡ് എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ എനിവേ ഹി ഈസ് എ വെരി ബാഡ് പേഴ്സൺ, റൈറ്റ്. സോ ഒരു പുത്രന് ആക്ച്വലി തൻ്റെ ധർമ്മം ലഭിക്കുന്നത് മാതാവിലൂടെയാണ്. ചിലപ്പോൾ ശശിപ്രഭു പറയും ആൺകുട്ടികൾ നല്ലതല്ലെങ്കിൽ ആക്ച്വലി അമ്മമാർ എങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് ശ്രദ്ധിക്കണം എന്ന് പറയും. സോ വേണ മഹാരാജാവ് തൻ്റെ കൾച്ചർ ലഭിച്ചത് അമ്മയിലൂടെയാണ്. സോ ഇറിലീജിയസ് മാതാവിൻ്റെ പുത്രന്മാർ വേണ മഹാരാജാവിനെ പോലെയാകുന്നു, റൈറ്റ്. ആൻഡ് ദാറ്റ് വേണ മഹാരാജാവ് ബ്രാഹ്മണിക്കൽ കൾച്ചർ സ്റ്റോപ്പ് ചെയ്യുന്നു. സോ ദീസ് ആർ ഓൾ കണക്റ്റഡ്. ഈ 5 എലമെന്റ്സും വളരെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ആൻഡ് മൂന്നാമത്തത് പറഞ്ഞ എന്താണ്? വേണ മഹാരാജാവിൻ്റെ വരുന്നത് തൻ്റെ ഗ്രാൻഡ് ഫാദർ, ഓൾഡ് മെൻ, ദേ വെയർ റിലീജിയസ്. സോ ആ കൾച്ചർ അമ്മയിലേക്ക് ലഭിക്കുന്നു, അമ്മയിൽ നിന്ന് പുത്രനിലേക്ക് ലഭിക്കുന്നു. ഹി നെവർ അഡ്വൈസ്ഡ് ആ വേണ മഹാരാജാവിനെ ഓൾഡ് ആയിട്ടുള്ള വ്യക്തി, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരിക്കലും ശരിയായ അഡ്വൈസ് നൽകിയിട്ടില്ല. ഹിസ് അഡ്വൈസ് വാസ് ഫോർ ദിസ് റിലീജിയസ് കൾച്ചർ. സോ അതിൽ നിന്ന് നമുക്ക് 5-ാമത്തെ പോയിന്റിലേക്ക് നിന്നു, പ്രൊട്ടക്ഷൻ ഓഫ് ഓൾഡ് മെൻ, റൈറ്റ്. സോ ഓൾഡ് മെൻ വളരെ അധികം ഡ്യൂട്ടീസ് ഉണ്ട്, റൈറ്റ്. ഓൾഡ് മെൻ പ്രായം കൊണ്ടും മാത്രമല്ല വിജ്ഞാനം കൊണ്ടും. സോ അവരുടെ ആക്ച്വലി ധർമ്മം ഇവിടെ എന്താ സംഭവിക്കുന്നത്? പ്രഭുപാദ് പറയുന്നത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഓൾഡ് മെൻ ഗീവ്സ് ദം എ ചാൻസ് ടു പ്രിപ്പയർ ദംസെൽഫ് ഫോർ ബെറ്റർ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ജീവിതത്തിന് ശേഷം അടുത്ത ഒരു നല്ല അവസ്ഥയിലേക്ക്, നല്ല ജന്മത്തിലേക്ക് പോകാനുള്ള അവസരം ലഭിക്കുന്നതിന് ഒരു സഹായമായ പാത്രമാണ് ഓൾഡ് മെൻ, അല്ലെങ്കിൽ വൈസ് മെൻ എന്നും വായിക്കാം നമുക്കിവിടെ. സോ ജനറലി നമ്മൾ സമൂഹത്തിൽ കാണാം ഗ്രാൻഡ് പാരൻസ് ആർ വെരി കണക്റ്റഡ് വിത്ത് ഗ്രാൻഡ് ചിൽഡ്രൻ, റൈറ്റ്. അവർക്ക് എന്താ ചെയ്യുക? അച്ഛനും അമ്മയ്ക്കും സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ അച്ഛനും അമ്മ പലപ്പോഴും അവർ ജീവിത പ്രാരാബ്ധത്തിൽ പുറകെ നടക്കുമ്പോൾ കുട്ടികൾക്ക് ഉപദേശം നൽകുന്നത് കുടുംബങ്ങളിലുള്ള വൃദ്ധരായ വ്യക്തികളാണ്. അവർക്ക് നോട്ട് ഈവൻ ഫ്രം എ സ്പിരിച്വൽ പോയിന്റ് ഓഫ് വ്യൂലല്ല, ഒരു മൊറാലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിയും തെറ്റും കഥകളിലൂടെയും ഉപദേശങ്ങളിലൂടെയും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ കുടുംബത്തിലുള്ള വൃദ്ധന്മാരായ വ്യക്തികളാണ്. അവർക്ക് എന്താണ് സത്യം പാലിക്കേണ്ടത്, ദയ ശീലിക്കേണ്ടത്, മറ്റ് ജീവിതത്തിലുള്ള പ്രിൻസിപ്പിൾസ്, മോറൽ പ്രിൻസിപ്പിൾസ്, സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ഇതെല്ലാം ഉള്ള പ്രിൻസിപ്പിൾസ് പലതും നമ്മൾ അറിയുന്നത് മുത്തശ്ശി കഥകളിലൂടെയും ഇങ്ങനെയുള്ള ഗ്രാൻഡ് പാരൻസിൻ്റെ ഉപദേശങ്ങളിലൂടെയൊക്കെയാണ്. സോ അറ്റ്ലീസ്റ്റ് ആ ഒരു കുട്ടിയുടെ പയറ്റി അല്ലെങ്കിൽ പുണ്യം വർദ്ധിക്കുന്നു, റൈറ്റ്. സോ വെൻ ഓൾഡ് പാരൻസ് ആർ നോട്ട് പ്രൊട്ടക്റ്റഡ്,
എന്ത് ചെയ്യും? ഇത് തന്നെയാണ് കുട്ടികളിൽ അതിൻ്റെ റിസൾട്ട് കാണുന്നു. റൈറ്റ്? ആൻഡ് വെൻ ഓൾഡ് പേരൻസ് ആർ നോട്ട് ഡൂയിങ് ദിസ് ഡ്യൂട്ടി, സംടൈംസ് ഓൾഡ് പേരൻസ് ആർ ദയർ, പക്ഷെ അവരേ ഇതിങ്ങനത്തെ പ്രവൃത്തിയല്ല ചെയ്യുന്നത്. സോ ഇതെല്ലാം ആക്ച്വലി കുലക്ഷയത്തിലേക്ക് ലീഡ് ചെയ്യുന്നു. സോ ആക്ച്വലി ശ്രീമദ് ഭാഗവത ധർമ്മ പ്രകാരം ആക്ച്വലി ഈ ഓൾഡ് പീപ്പിൾ ആൻഡ് വൈസ് പീപ്പിൾ എന്താ ചെയ്യേണ്ടത്? ദേ ഷുഡ് അഡ്വൈസ് ദം അബൌട്ട് വാട്ട്, എങ്ങനെ ഭഗവത് പദപ്രാപ്തി ലഭിക്കാം എന്നുള്ളതുള്ള ഉപദേശമാണ് വയസ്സായിട്ടുള്ള ആളുകൾ യങ്ങർ ജനറേഷന് നൽകേണ്ടത്. റൈറ്റ്? ഹൗ ടു അഡ്വാൻസ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്, എങ്ങനെ കൃഷ്ണാബോധത്തിൽ മുന്നേറാം, എങ്ങനെ ഒരു വ്യക്തി കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കാം. ഇത്തരം ഉപദേശങ്ങളാണ് ഓൾഡ് പീപ്പിൾ ആർ സപ്പോസ് ടു ഗീവ് ടു യങ്ങർ ജനറേഷന് കൊടുക്കേണ്ട ഉപദേശം ഇതാണ്. സോ അത് ലഭിക്കാത്തപ്പോൾ എന്ത് പറയും? ദേ ബിക്കം മോർ അറ്റാച്ച്ഡ് ടു ദ മെറ്റീരിയൽ വേൾഡ്. ഭൗതിക ലോകത്തേക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് വരുന്നു, കൂടുതൽ ഇന്ദ്രിയ തൃപ്തിയിലേക്ക് ആസക്തി വരുന്നു. ഒരു കുട്ടി വളരുമ്പോൾ നമുക്ക് വർണ്ണാശ്രമധർമ്മ പ്രകാരം ഫസ്റ്റ് 25 ഇയേഴ്സ് അവർ ബ്രഹ്മചര്യത്തിൽ വർത്തിക്കുന്നു. ബ്രഹ്മചര്യത്തിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അവർ പരിശീലിക്കുന്നു. റൈറ്റ്? ഗുരുകുലത്തിലൂടെയും ആചാര്യന്മാരിലൂടെയും തൻ്റെ കുടുംബത്തിലൂടെയും എല്ലാം ഈ ഇന്ദ്രിയ തൃപ്തി നിയന്ത്രണത്തിനുള്ള പരിശീലനം അവർക്ക് ലഭിക്കുന്നു. അതിനുശേഷം അവർ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുന്നു. ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുമ്പോൾ അപ്പോൾ അവരുടെ വ്യൂ എങ്ങനെയാണ്? ഗൃഹസ്ഥാശ്രമത്തിൽ കടന്നു, പക്ഷെ ഗൃഹസ്ഥാശ്രമത്തിലും അനിയന്ത്രിതമായിട്ടുള്ള ഇന്ദ്രിയ തൃപ്തിയല്ല. സോ നാരദമുനി പ്രചേതാസൻ 4-ാം സ്കന്ധത്തിൽ ഉപേക്ഷിക്കുന്നു. ദയാ സർവഭൂതേഷു സന്തുഷ്ടയാ യേന കേനവ സർവേന്ദ്രിയ പശ്യന്തി വച തുഷ്യന്തി ആശു ജനാർദ്ദന. സോ എന്താണ് ഗൃഹസ്ഥാശ്രമത്തിൽ നടക്കുമ്പോൾ? ദയാ സർവഭൂതേഷു സന്തുഷ്ടയാ യേന കേനവ, എന്ത് ലഭിക്കുന്നു അതിൽ നമുക്ക് ഇന്ദ്രിയ തൃപ്തി ഓരോരുത്തരുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ സർട്ടൻ ലെവൽ ഓഫ് ഇന്ദ്രിയ തൃപ്തി പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്? സോ വാട്ട് എവർ കംസ് അതിൽ സന്തുഷ്ടയായിരിക്കുക. സന്തുഷ്ടയാ യേന കേനവ. റൈറ്റ്? അതിലെല്ലാത്ത ഉപരി എന്തിനാണ്? അങ്ങനെ സെൻസസിനെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തി തുഷ്യന്തി ആശു ജനാർദ്ദന, അങ്ങനെയുള്ളവർ ഭഗവാനെ ജനാർദ്ദനനെ സന്തോഷിക്കാൻ സാധിക്കും. സോ ഇത് എങ്ങനെയാണ് ലഭിക്കുന്നത്? നാരദ ഇൻസ്ട്രക്റ്റഡ് പ്രചേതാസ്. ഇൻ ഓരോ ഫാമിലിയിലും ആക്ച്വലി ദീസ് ഇൻസ്ട്രക്ഷൻസ് ആർ സപ്പോസ് ടു കം ഫ്രം എവിടെ? വീട്ടിലുള്ള അല്ലെങ്കിൽ കുടുംബത്തിലുള്ള സമൂഹത്തിലുള്ള വൈസ് മെൻ, സാധുസ്, വൃദ്ധർ, ജീവിത എക്സ്പീരിയൻസ് ഉള്ളവർ, അവരിൽ നിന്നാണ് ഇത് പുതിയ സമൂഹത്തിന് അല്ലെങ്കിൽ യുവാക്കളെക്ക് ലഭിക്കേണ്ടത്. ഈ സമൂഹത്തിലുള്ള വൈസ് ആളുകൾ അവരുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഈസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് കൃഷ്ണ കോൺഷ്യസ്നസ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് നോളജ് അബൌട്ട് കൺട്രോളിംഗ് ദ സെൻസസ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ഗ്ലോറീസ് ഓഫ് കൃഷ്ണ. പ്രധാന ധർമ്മം അവരുടെ പ്രവൃത്തി. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഓൾഡ് മെൻ നീഡ്സ് ടു ബി പ്രൊട്ടക്റ്റഡ്. റൈറ്റ്? സോ അങ്ങനെയുള്ള ചെയ്യുമ്പോൾ then the society gradually moves to കൃഷ്ണ കോൺഷ്യസ്നസ്, മുന്നോട്ട് പോകുന്നു. അവർ ഭഗവത് പദപ്രാപ്തിയിലേക്ക്, ഈവൻ ഭക്തി ലഭിച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മുക്തിയിലേക്ക് അവർ എത്തുന്നു. സോ ഇത് ആക്ച്വലി കലിയുഗത്തിൽ നമുക്ക് കാണുവാണെങ്കിൽ ഈ 5 എലമെന്റ്സും ഇപ്പോൾ നമ്മുടെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കൺമുന്നിൽ കാണാം. ഇത് 5 എലമെന്റും ആക്ച്വലി സംരക്ഷിക്കുന്നതിന് പകരം അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണ്. റൈറ്റ്? ആൻഡ് സിസ്റ്റമാറ്റിക്കലി ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണ്. റൈറ്റ്? ബിക്കോസ് ഓഫ് ഇറിലീജിയസ് ലീഡേഴ്സ് ഇൻ ദ സൊസൈറ്റി. സ്റ്റാർട്ടിംഗ് പോയിന്റ് റിലീജിയസ് ലീഡേഴ്സ് ആണ്. സോ ഇത് കണ്ടിട്ട് ശ്രീല പ്രഭുപാദർ ആക്ച്വലി നമ്മൾ ശ്രീല പ്രഭുപാദറിന്റെ ഭാവാർത്ഥങ്ങൾ നോക്കിയാൽ ഭാഗവതമായാലും ഭഗവത്ഗീതയായാലും ആക്ച്വലി ശ്രീല പ്രഭുപാദ് വർണ്ണാശ്രമ ധർമ്മത്തിനെ കുറിച്ച്
പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ശ്രീല പ്രഭുപാദ് ആക്ച്വലി കട്ട്സ് ത്രൂ ഓൾ ഓഫ് ദിസ്. ഇതിനെല്ലാം ശ്രീല പ്രഭുപാദ് ശരിക്കും ജമ്പ് ചെയ്ത് പോവുകയാണ്. ശ്രീല പ്രഭുപാദ് വർണ്ണാശ്രമ ധർമ്മത്തിലൂടെ ഗ്രാജ്വലി ഭക്തിയിലെത്തുന്നതിന് പ്രോസസ്സാണ് വേദങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ളത്. ശ്രീല പ്രഭുപാദരും മറ്റ് വൈഷ്ണവ ആചാര്യന്മാരും ഗൗഡീയ വൈഷ്ണവ ആചാര്യന്മാരുടെയും കൃപയാൽ നമുക്കതിനുശേഷം ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യന്മാരെയും കാണാം. വാട്ട് ദേ ഡു, അവർ ഈ വർണ്ണാശ്രമ ധർമ്മത്തിനെ അങ്ങോട്ട് ബൈപ്പാസ് ചെയ്യും. വർണ്ണാശ്രമ ധർമ്മത്തിലും മുക്തിയും അതിനുശേഷം ഭക്തിയിലെത്തുന്ന ഡയറക്ട്ലി അവര് ഭക്തിയിലേക്ക് നമുക്ക് അവരുടെ ഉപദേശങ്ങളിലൂടെയും ഭാവാർത്ഥങ്ങളിലൂടെയും ഇസ്കോൺ എന്നുള്ള ഈ ഒരു സ്ഥാപനത്തിന്റെ സൃഷ്ടിയിലൂടെയും സംഭവിപ്പിക്കുന്നു. റൈറ്റ്? ഗൗരംഗ മഹാപ്രഭുവിന്റെ കൃപയാൽ ഡയറക്ട്ലി നമുക്ക് ഹരിനാമം നൽകുന്നു. ഡയറക്ട്ലി ഭക്തിയുത സേവനത്തിനെ കുറിച്ച് നമുക്ക് ഉപദേശിക്കുന്നു. നമ്മുടെ ജീവിതചര്യകള്, നമ്മുടെ സാധനാവൃത്തി, ഇതെല്ലാത്തിനെയും ഡയറക്ട്ലി ഭക്തിയുത. ബിക്കോസ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ബിക്കോസ് ദ ലീഡർഷിപ്പ് ഇസ് ലോസ്റ്റ്. റൈറ്റ്? സോ ഈച്ച് ഓഫ് യു ഡയറക്ട്ലി ടേക്ക് ടു ദ ഭക്തി പ്രോസസ്. റൈറ്റ്? സോ that bhakti process only can liberate us. That only can ഈ കലിയുഗത്തിന്റെ ഈ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനാക്കാനും ഭഗവത് സേവയിൽ ഏർപ്പെടാനും യഥാർത്ഥ സന്തോഷം ലഭിക്കാനും ഉള്ള ഒരേ ഒരു അവസരം ഈ ഭക്തിയുത സേവനമാണ്. റൈറ്റ്? സോ അഗെയിൻ ശ്രീമദ് ഭാഗവതത്തിലെ റെഫറൻസ് ആണ്. ദേവർഷി ഭൂതാപാ നൃണാം പിതൃണാം ന കിങ്കരോ നായം ഋഷി ചരാചൻ സർവാത്മനായ ശരണം ശരണ്യം കതോ മുകുന്ദം പരിഹാര്യ കർത്തം. സോ one who has taken shelter of lotus feet of Mukunda, ഭഗവാൻ മുകുന്ദന്റെ ശരണപ്രഭ, all kind of obligations, right? അവർക്ക് they have neither duties nor obligation to demigods, sages, general living entities, family members, humankind. So എല്ലാ obligations-ഉം automatically are fulfilled by the performance of devotional service to Supreme Personality. ഭഗവാന്റെ ഡയറക്റ്റ് സേവനത്തിലൂടെ ബാക്കിയുള്ള സാമൂഹിക ബാക്കിയുള്ള ദേവീദേവത എല്ലാ ഡ്യൂട്ടീസും ഫുൾഫിൽ ആവുന്നു. റൈറ്റ്? സോ നമ്മുടെ യഥാർത്ഥ ധർമ്മം എന്താണ് അതുകൊണ്ട്? സോ ശ്രീ ഗൗരംഗ മഹാപ്രഭുവിന്റെ ആദേശം വാക്ക് കിട്ടുന്നില്ല, സർവത്ര പ്രചാർ ഹോയെ മൊരാനാം. റൈറ്റ്? സോ എല്ലായിടത്തും ഈ ഭൗതിക പ്രകൃതി എല്ലായിടത്തും ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുക. റൈറ്റ്? ഈ കൃഷ്ണാബോധം എല്ലായിടത്തും പ്രചരിപ്പിക്കുക. ദിസ് ഈസ് ദ ഓൺലി എസ്കേപ്പ് ടു ഓൾ ദീസ് മിസറീസ്. റൈറ്റ്? ഇതാണ് ഈ ഭൗതിക പ്രകൃതിയുടെ എല്ലാ ക്ലേശങ്ങളും. ഈ നമ്മൾ ഇന്ന് കണ്ണിൽ കാണുന്ന, നമ്മൾ വിചാരിക്കും ഓരോ ഒരു ന്യൂസ് കേൾക്കുമ്പോഴേക്കും എന്താണ് ലോകം ഇത്ര ക്രൂരമായി മാറുന്നത്. റൈറ്റ്? ഇതിൽ നിന്നെല്ലാം ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. കൃഷ്ണാബോധം മാക്സിമം സ്പ്രെഡ് ചെയ്യുക, മാക്സിമം ജീവാത്മാക്കൾക്ക് കൃഷ്ണാബോധം എത്തിക്കുക. ദാറ്റ് ഈസ് ദ ഒൺലി സൊല്യൂഷൻ. റൈറ്റ്? പ്രത്യേകിച്ച് ഭാരതഭൂമിയിൽ ജനനം ലഭിച്ച നമ്മളെ പോലെയുള്ള ഓരോ വ്യക്തികളുടെയും ഡ്യൂട്ടിയാണ് ദിസ് കൃഷ്ണാബോധം. മേക്ക് ഇറ്റ് റീച്ച് ഇറ്റ് ടു മാക്സിമം. റൈറ്റ്? ഭാരതഭൂമിയിലോ ഹൈല മനുഷ്യ ജന്മ എത്ര ജന്മ സാർത്ഥക കരോ പരോപകാര. ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, ഭാരതഭൂമിയിൽ ജനനം ലഭിച്ച ഓരോ ജീവാത്മാവിന്റെയും ലക്ഷ്യം എന്താണ്? കരോ പരോപകാര, ഉപകാരം ചെയ്യുക. ഏറ്റവും വലിയ ഉപകാരം എന്താണ്? ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ സേവിക്കുക. ഭഗവാനോട് സേവിക്കുകയാണ് ഓരോ ജീവാത്മാവിന്റെയും പരമധർമ്മം എന്നുള്ളത് ബോധവൽക്കരിക്കുക. ഈ കൃഷ്ണാബോധം സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമൂഹത്തിന്റെ എന്താണ് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരേ ഒരു സൊല്യൂഷൻ. ദർ ഇസ് നോ അതർ സൊല്യൂഷൻ. ബാക്കി എല്ലാ സൊല്യൂഷനും അത് ഫെയിൽ ആവും, ടെമ്പററി ആണ്, പ്രവർത്തിക്കൂല. ഒൺലി സൊല്യൂഷൻ ഇസ് സ്പ്രെഡിങ് കൃഷ്ണ കോൺഷ്യസ്നസ്. ഹരേ കൃഷ്ണ. ഇതോടെ ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അവിടെ ഇവിടെ കേട്ടതും മനസ്സിലാക്കിയതും വെച്ചിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഐ എം വെരി താങ്ക്ഫുൾ ടു താമ്രത പ്രഭു ആൻഡ് ഐശ്വര്യ മാതാജി ഫോർ ഗിവിംഗ് മീ ദിസ് സർവീസ്. താങ്ക് യു പ്രഭു മാതാജി. താങ്ക് യു ഓൾ ഡിവോട്ടീസ്. ഹരേ കൃഷ്ണ.
Hare Krishna Prabhu. Thank you, Prabhu. Thank you so much, Prabhu. Hare Krishna. Krishna Prabhu, Pranam. Pranam Prabhuji, Hare Krishna, thank you. Hare Krishna, Pranamam Prabhuji, thank you. നല്ല ക്ലാസ് ആയിരുന്നു. പ്രഭുജി നല്ല ക്ലാസ് പ്രഭുജി പ്രണാമം. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല കുറെ കാര്യങ്ങൾ മനസ്സിലായി. എല്ലാം ശ്രീല പ്രഭുപാദന്റെ ഭാവാർത്ഥത്തിലുണ്ട്. ഹരിപോൽ. കൃഷ്ണ ഹരേ കൃഷ്ണ. സൈൻ ഔട്ട് ചെയ്യട്ടെ മാതാജി. Okay, Prabhu. Hare Krishna. കൃഷ്ണ. വളരെ നന്ദി പ്രഭുജി, നല്ല ക്ലാസ്, ഗംഭീരമായി, നന്ദി.